എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 24-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വൽസ്തുതിപരം രുഷാന്ധപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതേ ബലം മേ വൈകുണ്ഠസ്തവ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. പിതാവായ ഹിരണ്യകശിപു, ശൃണ്വൻ കേട്ടിട്ട്. എന്ത് കേട്ടിട്ട്? ബാലപ്രകരമഖിലം, ബാലകന്മാരായ അസുരക്കുട്ടികളെല്ലാം ത്വൽസ്തുതിപരം, അങ്ങയെ സ്തുതിക്കുന്നത് കേട്ടിട്ട്. രുഷാന്ധ, രുഷാ അന്ധ, കോപാന്തനായിത്തീർന്നു. ഇതിപ്രാഹ ഏനം കുലഹതക കതേബലം. ഏനം കുലഹതക, ഹേ കുലദ്രോഹി, കതേബലം, ആരാണ് നിന്റെ ബലം? ഇതിപ്രാഹ എന്ന് പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിച്ചു. അപ്പോൾ എന്താ പ്രഹ്ലാദൻ പറഞ്ഞെന്നോ? ബലം മേ വൈകുണ്ഠ, എൻ്റെ ബലം വൈകുണ്ഠവാസിയായ ഭഗവാനാണ്. തവച ജഗതാം ചാപി സ ബലം. തവച ജഗതാം, അങ്ങയുടെയും ഈ ജഗത്തിൻ്റെയും, അതായത് ഈ ലോകങ്ങളുടെയുമെല്ലാം, ച അഭിബലം സ, ആ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ബലം. മാത്രമല്ല സ ഏവ ത്രൈലോക്യം, ഈ 3 ലോകങ്ങളുടെയും ബലം ആ ഭഗവാൻ തന്നെയാണ്. എന്തിനേറെ സകലം ഇതി, ഇങ്ങനെ സകലതിൻ്റെയും ബലം ഭഗവാൻ തന്നെ എന്ന് ധീരോയം അഗതീത്, ധൈര്യത്തോടെ പ്രഹ്ലാദൻ തുറന്നു പറഞ്ഞു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഈ അസുര ബാലകന്മാരെല്ലാം കൂടി അങ്ങയെ സ്തുതിക്കുന്നതു കേട്ട് കോപാന്ധനായി തീർന്ന ഹിരണ്യകശിപു, കുലദ്രോഹിയായ നിനക്ക് ബലം തരുന്നത് ആരാണ് എന്ന് പുത്രനോട് ചോദിച്ചു. ധീരനായ പ്രഹ്ലാദൻ അതിന് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. വൈകുണ്ഠവാസിയായ ഭഗവാനാണ് എൻ്റെ ബലം, അങ്ങയുടെ ബലവും അദ്ദേഹം തന്നെയാണ്. എല്ലാ ലോകങ്ങളുടെയും ബലം അദ്ദേഹം മാത്രമാണ്. ഇതിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. കാരണം നമുക്കെല്ലാം ഒരു തോന്നൽ നമ്മുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നടക്കണേ എന്ന. ഒരിക്കലും അല്ല. നമ്മുടെ ബലം ആരാ? ഭഗവാന്. ഈ 3 ലോകങ്ങൾ, എല്ലാ ലോകങ്ങളുടെയും ബലം ഭഗവാന്. മാത്രമല്ല ധൈര്യത്തോടെ ആ കുട്ടി എന്താ പറഞ്ഞത്? സകലം ഇതി, ഇങ്ങനെ സകലത്തിൻ്റെയും ബലം ആ ഭഗവാൻ തന്നെയാണച്ച. അങ്ങയുടെയും ഈ ലോകത്തിൻ്റെയും സർവ്വതിൻ്റെയും ബലം ഭഗവാൻ നാരായണൻ തന്നെ എന്ന് വളരെ ധൈര്യത്തോടുകൂടി, ധീരോയം അഗതീത്, ധൈര്യത്തോടുകൂടി ഹിരണ്യകശിപു എന്ന അച്ഛൻ്റെ മുഖത്തു നോക്കി ആ കുട്ടി ഉത്തരം പറഞ്ഞു. ശരിക്കും അസുരരാജാവാണ് ഹിരണ്യകശിപു. ഇങ്ങനെ പറയാൻ മകനെന്നല്ല ആരും ധൈര്യപ്പെടില്ല. പക്ഷേ ഇവിടെ പ്രഹ്ലാദൻ ബ്രഹ്മനിഷ്ഠയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. എന്താ അത് എന്ന് ഗീത വിസ്തരിച്ച് പറയുന്നുണ്ട്. അതായത് ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. ഹരേ കൃഷ്ണ.